എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഒറ്റ ലക്ഷണം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ വരുന്നത് പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ എന്ന് ഏകദേശം ഒരു 80% വരെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലി കുറച്ചധികം നല്ലതാണ്, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള സക്സസ് സ്റ്റോറീസ് ഒക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഫോളോ ചെയ്ത ടിപ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്രദമാകും. നാച്ചുറലി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ കിച്ചണിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം തന്നെ ഒരുപാട് പേർക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ സെയിം ആയിട്ട് എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രഗ്നൻസി ഇൻഡ്യൂഷനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് എനിക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യം എങ്ങനെ പ്രഗ്നൻസി സിംറ്റം ആകും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രഗ്നൻസി സിംറ്റമിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിവിഡ് ഡ്രീംസിനെ പറ്റിയിട്ട്. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെയായിട്ട് പലർക്കും വളരെയധികം പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല സ്വപ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. വിവിഡ് ഡ്രീംസ് എന്നൊരു ടേം കൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ വിവിഡ് ഡ്രീംസ് ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, ആൻസൈറ്റി, നമ്മുടെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് മൂലം നമുക്കുണ്ടാവുന്ന ആൻസൈറ്റി, അതുപോലെ പ്രഗ്നൻസി ഹോർമോൺസ് കൂടുമ്പോൾ നമുക്കുണ്ടാവുന്ന വ്യത്യാസമൊക്കെ കൊണ്ടാണ് വിവിഡ് ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സെയിം ഇതുപോലെ തന്നെയാണ് പ്രഗ്നൻസി ഇൻഡ്യൂഷനും നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഞാൻ പ്രഗ്നന്റ് ആണല്ലോ എന്ന് എന്റെ മനസ്സ് തന്നെ എന്നോട് പറയാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ എന്നോട് കൺവേ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് ഈ പ്രഗ്നൻസി ഇൻഡ്യൂഷൻ എന്നൊരു ടേം കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ചില ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ മനസ്സിലൊരു തോന്നലുണ്ടാകും, ഞാൻ പ്രഗ്നന്റ് ആണ്, ഇത്തവണത്തെ എനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ അവർക്കുണ്ടാവും. മറ്റു ചില ആളുകൾ ഒരു സ്വപ്നത്തിന്റെ രൂപത്തിലൊക്കെ ആയിരിക്കും ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മുടെ ബോഡി നമ്മളോട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു മെസ്സേജാണ് ഈ പ്രഗ്നൻസി ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ സിംറ്റമുമായിട്ട് നമ്മൾ ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പല ആളുകളും ഇത് പ്രഗ്നൻസിയുടെ തന്നെയാണെന്ന് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അവരിലുണ്ടാകുന്ന പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളെയും കൂടി ആസ്പദമാക്കിയിട്ടാണ്. അതായത് ചില ആളുകൾക്ക് ഭയങ്കര ടയേർഡ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യും. നോർമലി നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് HCG ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും ഇത്തരത്തിലുള്ള ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 days മുതലാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അത് മുതലാണ് നമുക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ കണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഈ എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ് ഉണ്ടെങ്കിൽ തന്നെ ഇത് നമ്മുടെ ഒരു 60% വരെ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതും നമ്മളിൽ ഇൻറ്റ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. രണ്ടാമതായിട്ട് പലർക്കും ഉണ്ടാവുന്ന ഇമോഷണൽ ചേഞ്ച് ആണ്. അതായത് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക, സങ്കടം വരിക, ഒരു കാര്യമില്ലാതെ നമ്മൾ ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് നമ്മൾ കരയുക, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത് പ്രഗ്നൻസിയിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതിന്റെ അല്ലെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി ഹോർമോൺ ഹൈക്ക് ഉണ്ടാവുന്നതിന്റെ ഒരു സൂചന തന്നെയാണ് കേട്ടോ. ഈ ഒരു ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമ്പോഴേക്കും പലർക്കും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഇമോഷണൽ ചേഞ്ച് ഉണ്ടാവാറുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഡ്യൂഷനിൽ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച്, ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആയിട്ട് അനുമാനിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനെയുള്ള നമുക്ക് ഇത്തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും എന്നൊക്കെ പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ടും ഇതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീസൺ, നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ടൊന്ന് കൺവേ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. കാരണം ആ കുട്ടി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം ആ കുട്ടിയുടെ ദേഷ്യം മൊത്തം ഹസ്ബൻഡിന്റെ അടുത്ത് തീർക്കുന്നു. ഹസ്ബൻഡ് ഇത് എന്താണെന്ന് അറിയാൻ പറ്റാതെയായിട്ട് ഹസ്ബൻഡ് തിരിച്ചും റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ കൺവേ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇഷ്യൂസും നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സും ഈ ഒരു ഇൻറ്റ്യൂഷനെ നമുക്ക് ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണം തന്നെയാണ് കേട്ടോ. അടുത്ത് നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്ന ചേഞ്ചസ്. നമുക്കറിയാമല്ലോ, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ശരീര അവയവമാണ് ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ചേഞ്ചസ് ചിലപ്പോൾ പല സമയത്തും പലതവണ നമുക്ക് ബ്രസ്റ്റിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ബ്രസ്റ്റിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്രസ്റ്റിൽ സൈസ് കൂടുന്നുണ്ട്, തൊടുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടുന്നുണ്ട്, പിമ്പിൾസ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ ഒന്ന് സക്സസ്ഫുൾ ആയതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് കേട്ടോ.
അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ഇൻഡ്യൂഷനെ കൺഫേം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ലക്ഷണമാണ് ഫുഡ് അവോഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന പല ഫുഡ് ഐറ്റംസിനോട് നമുക്ക് വിരക്തി അനുഭവപ്പെടുക, അത് കാണുന്നതോ അതിന് സ്മെല്ലടിക്കുന്നതോ നമുക്ക് ഒട്ടും തന്നെ പറ്റാത്ത സിറ്റുവേഷൻസ് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ഇൻഡ്യൂഷനെ ഒന്ന് 100% വരെ ഇത് പ്രഗ്നന്റ് ആണ് എന്ന് നമുക്ക് കൺവേ ചെയ്ത് തരുന്ന ലക്ഷണമാണ് കേട്ടോ അത് ഈ ഫുഡ് അവോഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഉണ്ടാകാത്ത ഒരാളാണ്, പെട്ടെന്നാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇൻഡ്യൂഷൻ ആണെങ്കിലും ചിലപ്പോൾ അത് പ്രഗ്നൻസി കൺഫേം ആയതിൻ്റെയും കൂടി ആയിരിക്കും കേട്ടോ. പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചില സിറ്റുവേഷനിൽ നെഗറ്റീവ് കിട്ടാറുണ്ട്. ദെൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു 10 ദിവസം 12 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പീരിയഡ്സ് ആകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ എന്തായാലും ഡേറ്റ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് വന്നത് ഇനി കെമിക്കൽ പ്രഗ്നൻസി ആണോ, അതായത് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്രഗ്നന്റ് ആയിട്ട് ആ പ്രഗ്നൻസി നഷ്ടമായി പോയൊരു സിറ്റുവേഷനാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതാണോ നിങ്ങൾക്ക് ഉണ്ടായത് എന്നൊന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ചിലർക്ക് PCOD ഉള്ള ആളുകൾക്ക് PCODയുടെ ലക്ഷണമായിട്ടും ഇതൊക്കെ സംഭവിക്കാം. ഇനി നമുക്ക് മനസ്സിലൊരു തോന്നൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് അതുകൊണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സംഭവിക്കാം കേട്ടോ. അതായത് ഒരിക്കലും നമ്മൾ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളെ കൂടുതലായിട്ട് മനസ്സിലിട്ട് കുഴപ്പിക്കാതിരിക്കുക. ഇത് പ്രഗ്നന്റ് തന്നെ ആയിരിക്കും എന്ന് ആ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് നിങ്ങൾക്ക് വീഡിയോ സക്സസ് സ്റ്റോറി ആയിട്ട് അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞാകാത്തതിന്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് കൃഷിയിലോട്ട് ഇറങ്ങി ഒരു വീട്ടമ്മ. കൃഷി ചെയ്ത് അവർ ആ കൃഷിയിൽ നിന്ന് എടുത്ത ഐറ്റംസ് വെച്ചിട്ട്, നമ്മുടെ ചാനലിൽ ഒരുപാട് ടിപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, വെണ്ടക്ക ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ, പംകിൻ, ഇങ്ങനെയുള്ള അവരുടെ കൃഷിയിടത്തിൽ അവർ കൃഷി ചെയ്തെടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് പ്രഗ്നന്റ് ആകാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രഗ്നന്റ് തന്നെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കാതെ നമ്മുടെ മൈൻഡ് എങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുമോ ആ തരത്തിലോട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ലക്ഷണം കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും ഡേറ്റ് മിസ്സായി 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കൃത്യം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും രാവിലെ ആദ്യത്തെ യൂറിൻ തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ പ്രഗ്നൻസി ഇൻട്യൂഷനോടൊപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് സോ കോൾഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു ലക്ഷണവും ഇല്ലെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് മടിക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.